السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ശ്രദ്ധേയമായ റമദാൻ മാസത്തിൽ നാം ഖുർആൻ്റെ പഠനവുമായി മുന്നോട്ട് വന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷം നമ്മൾ സൂറത്തുൽ കാഫാണ് പഠനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ സൂറത്തും പലപ്പോഴും അത് ഹിഫ്ളാക്കണമെന്ന് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളതുമായ ഈ സൂറത്തിൽ പ്രധാനമായും വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെല്ലാം തന്നെ ആരംഭം കുറിക്കുന്നത് രണ്ട് രൂപത്തിൽ ആണ്. കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളെ നമുക്ക് കാണാം. അൽ ഹുറൂഫുൽ മുഖത്ത എന്നാണ് അറബിയിൽ പറയുന്നത്. ഏതാണ്ട് 29ഓളം സൂറത്തുകൾ ഇത്തരത്തിലുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, അല്ലാഹു പ്രകൃതി പ്രതിഭാസങ്ങളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളാണ് മറ്റൊരു വിഭാഗം. ഇവിടെ സൂറത്തുൽ ഖാഫിൽ ഖാഫ് എന്ന് തുടങ്ങുന്ന ഒരു അക്ഷരം ഇത്തരത്തിലുള്ള കേവലാക്ഷരങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമോ അതിൻ്റെ താല്പര്യമോ പ്രഗത്ഭരായ മുഫസ്സിറുകൾ പോലും പലപ്പോഴും അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. 1 മുതൽ 14 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി അർത്ഥസഹിതം നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിരുന്നു. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 14 സൂറത്തുകളുടെയും സംഗ്രഹം എന്താണ് അതിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് അറിയിക്കുക മാത്രമാണ്. 1 മുതൽ 14 വരെയുള്ള ഈ സൂറത്തുകളിലായി ആദ്യമായി അല്ലാഹു വിശദീകരിക്കുന്നത് ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും അവരുടെ സമുദായം അവിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അധ്യാപനങ്ങളെ തള്ളിക്കളയുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത്, പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ തന്നെ നമുക്ക് ഈ പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ, വിശിഷ്യ പരലോക ചിന്തയും പരലോകത്ത് അല്ലാഹു മനുഷ്യനെ പുനരുജ്ജീവിതം നൽകി രക്ഷാശിക്ഷകൾക്ക് വിധേയമാക്കും എന്നതിൻ്റെ പ്രാപഞ്ചികമായ അർത്ഥതലങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമം ആണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. മൂന്നാമതായി, കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഈ രൂപത്തിൽ പ്രവാചകന്മാരെ അവിശ്വസിക്കുകയും അവരെ തള്ളിക്കളയുകയും ചെയ്ത സമൂഹത്തിനുണ്ടായിരുന്ന ആത്യന്തികമായ നാശത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഅസിലുള്ള വിശ്വാസം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഖാഫ് വൽ ഖുർആനിൽ മജീദ്, വിശുദ്ധ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ബഅസിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാം കടന്നു വന്നപ്പോൾ അവരെ അവിശ്വസിക്കുവാനുള്ള, അവരെ തള്ളിക്കളയുവാനുള്ള ശ്രമങ്ങളാണ് ഓരോ സമുദായവും വെച്ചു പുലർത്തിയത് എന്നുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സംബന്ധിച്ച് തന്നെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഭ്രാന്തനാണെന്ന്
ജ്യോത്സ്യനാണെന്ന്, കവിയാണെന്ന്, സിഹിർ ബാധിതനാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ഖാലൽ കാഫിറൂന എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാഫിർ എന്ന പദത്തിന് അവിശ്വാസി എന്ന് നമ്മൾ അർത്ഥം പറയുമ്പോൾ അത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി. വിശുദ്ധ ഖുർആനിൽ കാഫിർ എന്ന പദം പ്രയോഗിച്ചു. അതുകൊണ്ട് തന്നെ അത് കത്തിച്ച് കളയേണ്ടതാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ ഒരു മതനിഷേധി പറയുകയുണ്ടായി. കാഫിർ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം കർഷകൻ എന്നാണ്. കഫറ എന്ന് പറഞ്ഞാൽ മൂടി വെച്ചു, മറച്ചു വെച്ചു എന്നൊക്കെയാണ് ഭാഷാർത്ഥം. വിത്ത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച് വെച്ച് അതിനെ മുളച്ചെടുക്കുന്നതാണ് കർഷകൻ. ഇതിൻ്റെ സാങ്കേതിക അർത്ഥപ്രകാരം കാഫിർ സത്യത്തെ മൂടി വയ്ക്കുകയും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കുകയും മൂടി വയ്ക്കുകയും ചെയ്യുന്നു എന്ന സാങ്കേതികാർത്ഥപ്രകാരമാണ് വിശുദ്ധ ഖുർആനിൽ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. പുനർജീവിതം എന്നതും പുനർജന്മം എന്നതും രണ്ട് ആശയങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റു ചില മതങ്ങളിൽ പുനർജന്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജന്മത്തിൽ സുകൃതം ചെയ്ത് ജീവിച്ചവൻ അടുത്ത ജന്മത്തിൽ നല്ല ഒരു പുതിയ ജീവിയായി വരുമെന്നും അല്ലാത്തവർ നികൃഷ്ടജീവികളായി അവതരിക്കുമെന്നുള്ള വിശ്വാസത്തിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആനിൽ ബഅസ് പുനർജീവിതം എന്ന അർത്ഥമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു വ്യക്തി ബർസഖിയായ ജീവിതവും കടന്ന് അള്ളാഹുവിൻ്റെ പരലോക വിചാരണ നാളിൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് രക്ഷയോ ശിക്ഷയോ അനുഭവിക്കുന്ന ബഅസിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രവാചകന്മാർ പ്രധാനമായും ഊന്നിപ്പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ജനങ്ങളെ, നിങ്ങൾക്ക് ഈ ജീവിതത്തിന് ശേഷം മരണാനന്തരം അള്ളാഹു നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും നിങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അർഹമായ രൂപത്തിലുള്ള രക്ഷയോ ശിക്ഷയോ അവിടെ വെച്ച് നൽകും എന്നുള്ള രൂപത്തിലുള്ള പ്രബോധനമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ നാം പറഞ്ഞയച്ചിട്ടുള്ളത് മുബശ്ശിരീന ഔ മുന്തിരീൻ, സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുന്നവരായി അല്ലെങ്കിൽ നരകത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആത്യന്തികമായി ബോധിപ്പിക്കുന്നു. ഇന്നാല മബൂസൂന വ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കളുമൊക്കെ പുനരുജ്ജീവിക്കപ്പെടും എന്നാണോ പ്രവാചകന്മാർ പറയുന്നത് എന്ന് സത്യനിഷേധികൾ വളരെയധികം അത്ഭുതത്തോടുകൂടി ചോദിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അയഹ്സബു അല്ലൻ നജ്മഅ ഇളാമ, അള്ളാഹു അതിന് പറയുന്ന മറുപടി, അവരുടെ എല്ലുകൾ നുരുമ്പി മണ്ണിനോട് ചേർന്നതിന് ശേഷവും അതിനെ ഒരുമിച്ച് കൂട്ടാൻ
കഴിവുള്ളവരാണ് നാം എന്ന വസ്തുത അവരറിയുന്നില്ല. ഇല്ലായ്മയിൽ നിന്ന് അവരെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ രൂപത്തിൽ വളർത്തിയെടുത്ത അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നുരുമ്പിയ എല്ലുകളിൽ നിന്ന് അവരെ വീണ്ടും പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് തീർച്ചയായും വിഷമമുള്ള ഒരു കാര്യമല്ല എന്നാണ് അതിനുള്ള അള്ളാഹുവിൻ്റെ മറുപടി. റബലന മസലം നസിയ ഹൽക്കം, സ്വന്തം സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മറന്നുപോയ ആളുകൾ അവർ ചോദിക്കുന്നത് മൻ യുഹീൽ ഇളാമ വഹിയ റമീം, മണ്ണിനോട് ചേർന്ന് ഈ നുരുമ്പിയ എല്ലുകളെ ഇനി ആരാണ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ഇത്തരത്തിലുള്ള ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് സത്യനിഷേധികൾ മുന്നോട്ട് പോയത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. അതിന് ഒരുപാട് പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു മുന്നോട്ട് വയ്ക്കും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതിന് ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്നു. അതിന് അവൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ പ്രപഞ്ചത്തിൽ നിത്യവും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പരലോകത്തിലുള്ള വിശ്വാസത്തെ സാക്ഷാത്കരിക്കുവാൻ, യാഥാർത്ഥ്യമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ശ്രമം നടത്തിയിട്ടുള്ളത്. അവൻ ദിവസവും അവൻ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും പുഴയും പർവ്വതങ്ങളും വളർന്നു വരുന്ന സസ്യലതാദികളും പക്ഷിമൃഗാദികളും വൃക്ഷങ്ങളും എല്ലാം ഇത്തരത്തിൽ അവൻ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിലെ യാഥാർത്ഥ്യങ്ങളാണ്. ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നു, എന്നിട്ട് അതിൽ സസ്യലതാദികൾ മുളച്ചു വരും, വലിയ തോട്ടങ്ങളുണ്ടാകും. വൻദഖ്ല ബാസിഖാത്തിൻ എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ വിശേഷിപ്പിച്ചത് ആ അർത്ഥത്തിലാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ അവരുടെ ജീവിതോപാധിയായ ഈത്തപ്പന മരത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ കുലകൾ വിരിഞ്ഞ് കർഷകർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ രൂപത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയെ മഴ വർഷിപ്പിച്ചതിന് ശേഷം ഈ രൂപത്തിൽ അള്ളാഹു ഫലവൃക്ഷങ്ങളെ കൊണ്ട് ആവരണം ചെയ്യുന്ന ഈ അത്ഭുതം മനുഷ്യൻ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മരിപ്പിച്ചതിന് ശേഷം അവനെ ജീവിപ്പിക്കുവാനും അവൻ്റെ നന്മകളും തിന്മകളും കൃത്യമായി അളന്ന് തൂക്കി അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുവാനും ഉമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ ഉമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, അല്പമാണ് നന്മയെങ്കിലും അത് കാണുന്ന രൂപത്തിൽ, ചെയ്തത് തിന്മകളുടെ അളവ് ചെറുതാണെങ്കിൽ പോലും അത് അവിടെ തൂക്കി കൃത്യമായി അവനെ ബോധ്യപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളാണ് അള്ളാഹു അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന മുന്നറിയിപ്പ് പ്രവാചകന്മാരഖിലവും ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട്. പന്ത്രണ്ട്, 13, 14 ആയത്തുകളിലായി ഈ രൂപത്തിൽ പ്രവാചകന്മാരെ അവിശ്വസിക്കുകയും അവരുടെ പ്രബോധനത്തെ തള്ളിക്കളയുകയും ചെയ്ത സമൂഹത്തെ അവരാരൊക്കെയാണ് എന്ന് വ്യക്തമായി വിശദീകരിക്കുന്നു. ആദ്, സമൂദ് ഗോത്രങ്ങൾ, നൂഹ് നബിയുടെ സമുദായം, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ അഹങ്കരിച്ച ഫറോവയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, അവർക്കെല്ലാം ഉണ്ടായ അന്ത്യം എന്താണ് എന്ന് മുന്നറിയിപ്പും താക്കീതുമായി ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നു. 950 വർഷം പ്രബോധനം ചെയ്ത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിരലിലുണ്ടാവുന്ന വിശ്വാസികൾ മാത്രമാണ്.
സ്വന്തം പുത്രൻ പോലും അദ്ദേഹത്തിൻ്റെ പ്രബോധനം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാതെ പോയി. അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള അവിശ്വാസികൾ ഏതൊരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നാശങ്ങൾക്ക് വിധേയമാകും എന്ന സൂചനയാണ് ഈ ആയത്തുകൾ നൽകുന്നത്. അനറബുക്കുമുല്ലായ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ്. ഈ നദികളും പുഴകളും ഒക്കെ എൻ്റെ കൊട്ടാരത്തിൻ്റെ അരികിലൂടെ ഒഴുകും. നിങ്ങളെ ജീവിപ്പിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തരുന്നത് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയപ്പെട്ട ഒരു ദൈവം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നിത്യാദി വാദങ്ങളുമായിട്ടുമാണ് ഫറോവ രംഗത്ത് വന്നത്. പക്ഷേ അതിലൂടെയൊക്കെ ഉണ്ടായ അന്ത്യം, അവരുടെ എല്ലാം ആഖിബത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കുകയും അവൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്ന ജനസാമാന്യം എല്ലാ കാലഘട്ടത്തിലും മറ്റുള്ളവർക്ക് ഒരു വെല്ലുവിളിയായി അവശേഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സൂറത്തുൽ കാഫിലെ ഈ 14 വാചകങ്ങളിലൂടെ കടന്നു വരുന്ന ആശയങ്ങൾ കൃത്യമായും ഉൾക്കൊള്ളുകയും സത്യവിശ്വാസിയായി ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ബാധ്യത. സർവശക്തനായ അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.